ഹലോ, ഇന്ന് നമുക്ക് നുണക്കുഴി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കമ്പനി എം ഡി ആയ എബി തന്റെ ഭാര്യയുമായുള്ള പേഴ്സണൽ നിമിഷങ്ങൾ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തു വെക്കുമായിരുന്നു. ആ ലാപ്ടോപ്പ് ഇൻകം ടാക്സ് ഓഫീസർ കൊണ്ടുപോയി. ഓഫീസറിൽ നിന്നും വീണ്ടും ലാപ്ടോപ്പ് നഷ്ടമായി. ലാപ്ടോപ്പ് കണ്ടുപിടിക്കാനായി പോകുന്ന എബി അവസാനം ഒരു കൊലക്കേസിൽ പ്രതിയാകുമെങ്കിലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ എബി തന്റെ കമ്പനിയിലേക്ക് എത്തുകയാണ്. കമ്പനി എം ഡി ആണ് എബി. അച്ഛൻ മരണക്കിടക്കയിലായിരുന്നപ്പോൾ മകന്റെ കല്യാണം കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പക്വതയില്ലാത്ത എബിയെ കൊണ്ട് അമ്മ റിനി എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു. അച്ഛന്റെ മരണശേഷം അമ്മ കമ്പനിക്കാരെയും എബിയെ ഏൽപ്പിച്ചു. എബിക്കാണെങ്കിലോ യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല. റിനിയോടൊപ്പമുള്ള ബെഡ്റൂം നിമിഷങ്ങളൊക്കെ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തു വെക്കുമായിരുന്നു. ആ ശീലം എബിക്കുണ്ട്. കമ്പനിയിലെത്തിയാലും അതും കണ്ട് റിനിയെ ഫോണും വിളിച്ചിരിക്കും. എന്നാൽ റിനിക്കാണെങ്കിലോ അതൊട്ടും ഇഷ്ടമേ അല്ല. ഒരിക്കൽ ഇൻകം ടാക്സ് ഓഫീസറായിരുന്ന ഭാമകൃഷ്ണൻ കമ്പനിയിൽ റെയ്ഡിന് വന്നു. പരിശോധനയ്ക്കൊടുവിൽ ചില വെട്ടിപ്പുകൾ നടന്നതായി അവർക്ക് മനസ്സിലായി. എബിയുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ എല്ലാം കൊണ്ടുപോകുവാനായി തീരുമാനിച്ചു. കൊടുക്കാൻ കൂട്ടാക്കാത്തപ്പോഴോ എന്തോ അതിലുണ്ടെന്ന് കരുതി അവർ ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി. ടെൻഷനോടെ വീട്ടിലെത്തിയ എബിയോട് അമ്മ ചോദിച്ചപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു, ലാപ്ടോപ്പ് കൊണ്ടുപോയി എന്ന് പറയും. അത് റിനി കേട്ടുകൊണ്ടുവരും. ദേഷ്യമെന്ന റിനി എബിയെ വഴക്ക് പറഞ്ഞു. പലതവണ അങ്ങനെ ഷൂട്ട് ചെയ്യരുതെന്ന് റിനി പറഞ്ഞിട്ടും എബി കേൾക്കാതെ ചെയ്യുമായിരുന്നു. എല്ലാവരും കാണുമെന്ന നാണക്കേടാൽ റിനി ആ ലാപ്ടോപ്പും കൊണ്ടല്ലാതെ എന്റെ മുന്നിൽ വരരുത്, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും അവൾ ഭീഷണിപ്പെടുത്തിയതിനാൽ ഉടനെ തന്നെ എബി ലാപ്ടോപ്പ് കണ്ടെത്തുവാനായും പോകും. അതേസമയം ഭാമകൃഷ്ണനാണെങ്കിലോ തന്റെ അനന്തരവനായ നവീനുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോവുകയായിരുന്നു. നവീനാണെങ്കിൽ ഡയറക്ടർ ആകാനായി ട്രൈ ചെയ്യുകയാണ്. അവന്റെ കയ്യിലൊരു കഥയുണ്ട്. പ്രൊഡ്യൂസറിന്റെ ഇൻകം ടാക്സ് പ്രശ്നം പരിഹരിക്കാനായിട്ട് നവീൻ ഭാമകൃഷ്ണനോട് ഹെൽപ്പ് ചോദിക്കും. അങ്ങനെ നവീനുമായി കാറിൽ പോവുകയായിരുന്നു ഭാമകൃഷ്ണൻ. ഓവർടേക്ക് ചെയ്തപ്പോഴോ നവീന്റെ ലാപ്ടോപ്പിന്റെ മുകളിലിരുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലോ എബിയുടെ ലാപ്ടോപ്പിന് മുകളിലായി. ഫ്ളാറ്റിലെത്തിയ ഭാമകൃഷ്ണനാണെങ്കിലോ നവീന്റെ ലാപ്ടോപ്പും എടുത്ത് ഫ്ളാറ്റിൽ ഡ്രസ്സ് മാറുവാനായും പോയി. മറ്റൊരു വശത്ത് ദമ്പതികളായ രഞ്ജിത്തിന്റെയും രശ്മിതയുടെയും ഡിവോഴ്സ് കോടതിയിൽ നടക്കുകയാണ്. രഞ്ജിത്തിന്റെ ഫ്രണ്ടായ ദന്ത ഡോക്ടർ ദേവൻ രശ്മിത മദ്യപാനിയാണെന്നും രഞ്ജിത്തിന് അവൾക്കൊപ്പം ജീവിക്കാനാകില്ലെന്നും കള്ളസാക്ഷി പറഞ്ഞു. രശ്മിതയ്ക്കാണെങ്കിലോ ദേവനോട് വല്ലാത്ത ദേഷ്യമായി. അതേസമയം എബി ഭാമകൃഷ്ണനെ കാണുവാനായി ഓഫീസിലെത്തിയപ്പോൾ ഭാമകൃഷ്ണൻ ഫ്ളാറ്റിലേക്ക് പോയ വിവരമറിയും. എന്നാൽ ഭാമകൃഷ്ണനാണെങ്കിലോ നവീനൊപ്പം ആക്ടറിനെയും പ്രൊഡ്യൂസറിനെയും കാണുവാനായി പോയതാണ്. നവീൻ അവർക്ക് കഥയും പറഞ്ഞു കേൾപ്പിക്കും. പ്രൊഡ്യൂസറിനും ആക്ടറിനും കഥ ഒരുപാട് ഇഷ്ടമായി. ദന്ത ഡോക്ടറായ ദേവൻ തന്റെ ക്ലിനിക്കിൽ വിവാഹിതയായ കാമുകിക്കൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്നു. അവളുടെ പേരാണ് മായ. അതേസമയം തന്നെ രശ്മിത അവിടേക്ക് വരും. ദേവൻ ഉടനെ തന്നെ കാമുകിയായ മായയെ ഒരു റൂമിലാക്കി പൂട്ടി ചാവിയും എടുത്തു. അകത്ത് കടന്ന രശ്മിതയാണെങ്കിലോ മദ്യവുമായിട്ടാണ് എത്തിയത്. താൻ എന്താ പറഞ്ഞത്? ഞാൻ മദ്യപാനിയാണെന്നല്ലേ? ഡോക്ടർ കള്ളസാക്ഷി പറഞ്ഞതിൽ ദേഷ്യം വന്ന അവളാണെങ്കിലോ ദേവനെ കൊണ്ട് നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു. തറയിൽ വീണ ദേവനാണെങ്കിലോ തലയിടിച്ച് മരിക്കുകയും ചെയ്തു. അതെല്ലാം കാമുകി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പേടിച്ച് വിറച്ച രശ്മിത നേരെ ഫ്ളാറ്റിലേക്ക് പോയി. അതേസമയം ഭാമകൃഷ്ണനെ അന്വേഷിച്ച് എബിയും ഫ്ളാറ്റിലെത്തി. ഭാമകൃഷ്ണൻ കുറച്ചു മുമ്പ് ഒരു ലാപ്ടോപ്പുമായി കയറിപ്പോകുന്നത് കണ്ടു. പിന്നെ പുറത്തു പോകുന്നതുമാണ് കണ്ടതെന്നും സെക്യൂരിറ്റി പറഞ്ഞു. അതേ ഫ്ളാറ്റിലായിരുന്നു രശ്മിതയും താമസിക്കുന്നത്. ഫ്ളാറ്റിലെത്തിയ രശ്മിത രഞ്ജിത്തിനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുവാണെന്ന് മെസ്സേജ് അയക്കും. അതേസമയം തന്നെ എബി ഭാമകൃഷ്ണനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഫ്ളാറ്റിൽ കയറി ലാപ്ടോപ്പ് മോഷ്ടിക്കാമെന്നും തീരുമാനിച്ച് ഫ്ളാറ്റിലേക്കും പോയി. അവിടെ എത്തിയ എബിയെ CCTV വഴി കണ്ട് സംശയം തോന്നിയ സെക്യൂരിറ്റിയൊക്കെ ഓടിക്കും. അതേസമയം തന്നെ മദ്യത്തിൽ തന്നെ വിഷം കലർത്തി ആത്മഹത്യ ചെയ്യുവാനായിട്ട് എല്ലാം റെഡിയാക്കുകയായിരുന്നു രശ്മിത. അപ്പോൾ ബഹളം കേട്ട് അവൾ പുറത്തിറങ്ങി. ഫ്ളാറ്റിൽ കള്ളൻ കയറി എന്ന് പറഞ്ഞ് കുറച്ചുപേർ അവളെയും കൂട്ടി താഴേക്ക് പോയി. അപ്പോൾ ഓടിപ്പോവുകയായിരുന്ന എബി രശ്മിതയുടെ ഫ്ളാറ്റ് തുറന്നു കിടക്കുന്നത് കണ്ട് അവിടേക്കും കയറി. രശ്മിതയാണെങ്കിലോ വിഷമൊഴിച്ച മദ്യമെടുത്ത് അവൻ കുടിക്കും. അവനാണെങ്കിലോ അതിൽ വിഷമുണ്ടെന്നൊന്നും അറിയില്ലല്ലോ. അടുത്തത് ഒഴിച്ചതും രശ്മിത അവിടേക്ക് വന്നു. എബിയാണെങ്കിലോ അവൾ കാണാതെ ഒളിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ രശ്മിതയ്ക്ക് രഞ്ജിത്തിന്റെ കോൾ വരും. ആത്മഹത്യയൊന്നും ചെയ്യരുത്, നമ്മൾ ഒരുമിച്ച് സംസാരിച്ചാൽ തീരാവുന്നതേയുള്ളൂ നമുക്കിടയിലുള്ള പ്രശ്നം. ആ ഡോക്ടർ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണെന്നും രഞ്ജിത്ത് പറയുമ്പോഴോ മനസ്സിൽ സങ്കടം സഹിക്കാനാകാത്ത രശ്മിത ദേവനെ കൊന്ന കാര്യം പറയും. എന്നിട്ടവൾ ഡ്രിങ്ക്സിൽ പോയിസൺ കലർത്തിയ കാര്യവും പറയും. ഒന്നും ചെയ്യരുത്, ഞാൻ ദേവന്റെ ക്ലിനിക്കിൽ പോയി നോക്കാം, അവിടെയാണെങ്കിലോ CC ക്യാമറയൊന്നുമില്ല, ഞാൻ കൂടെയുണ്ട്, നീ ഒന്നും പേടിക്കരുതെന്നും രഞ്ജിത്ത് പറയും. മദ്യത്തിൽ വിഷമുണ്ടെന്ന് കേട്ട് എബി ഞെട്ടി. കാര്യം എബി അവിടെ ഒളിച്ചിരിക്കുകയാണല്ലോ. അവൻ ഉടനെ തന്നെ പുറത്തു വന്ന് രശ്മിതയോട് ബഹളം വെക്കരുത്, ഞാനൊരു കമ്പനി MD ആണ്, പോയിസൺ ഉള്ള മദ്യം ഞാനാ കുടിച്ചതെന്ന് പറയും.
അപ്പോൾ അവൾ ചോദിക്കും, ഈ ഗ്ലാസ്സിലിരിക്കുന്നതോ? അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും നിറച്ചതാണെന്ന് അവൻ പറയും. എങ്ങനെയും എന്നെ രക്ഷിക്കണം, നെഞ്ചുവേദന എടുക്കുന്നെന്ന് അവൻ പറയുമ്പോൾ കീടനാശിനി ആയതിനാൽ ഉപ്പും മഞ്ഞളും കലക്കി അവൾ കൊടുക്കും. മാത്രവുമല്ല, അവൾ രഞ്ജിത്തുമായി സംസാരിക്കുന്നതെല്ലാം ഈ എബി കേട്ട് കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. പുറത്തുള്ളവരെല്ലാം എബിയെയാണല്ലോ കള്ളനെന്ന് കരുതുന്നത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ ഒരു ടീഷർട്ട് എബിക്ക് നൽകിയിട്ട് വേഷം മാറ്റി കൊണ്ടുപോകും. പുറത്തിറങ്ങിയാൽ എന്നെ പരിചയമുള്ളതുപോലെ പെരുമാറരുതെന്നും അവൾ പ്രത്യേകം പറയും. അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറി പരിചയമില്ലാത്തവരെ പോലെ നിൽക്കും. കള്ളനെ പിടികൂടുവാനായി CCTV ചെക്ക് ചെയ്യുകയായിരുന്നു ഫ്ളാറ്റ് അധികൃതർ. ലിഫ്റ്റിലെ ക്യാമറയിൽ എബിയെ കണ്ട് സംശയം തോന്നും. മുഖം മറച്ചു നിൽക്കുകയാണ് എബി. സംശയം തോന്നി അവരാണെങ്കിലും രശ്മിതയ്ക്ക് അടുത്തേക്ക് എത്തും. അപ്പോൾ അവൾ എബിയെ കാറിന്റെ ഡിക്കിയിലാക്കിയിരുന്നു. ഫ്ളാറ്റിലുള്ളവർ എത്തിയിട്ട് കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാളെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കറിയില്ല. അയാളെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പോയിന്ന് അവൾ ചൂണ്ടിക്കാണിച്ച് കള്ളം പറയും. കാറിൽ കയറിപ്പോയ രശ്മിത കുറച്ചു ദൂരം കഴിഞ്ഞ് എബിയെ മുൻസീറ്റിലേക്കും ഇരുത്തി. എബി കാറിൽ ഛർദ്ദിക്കുകയും ചെയ്തു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എബി. മുന്നോട്ട് പോകവേ പോലീസ് അവരെ പൊക്കി. എബിയുടെ അവസ്ഥ കണ്ട് വിവരം തിരക്കിയ പോലീസിനോട്, ഇതെന്റെ ഹസ്ബൻഡാണ്, ഞങ്ങളൊരു പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്, ഹസ്ബൻഡ് കുറച്ച് മദ്യപിച്ചിട്ടുണ്ടെന്നും രശ്മിത കള്ളം പറയും. പോലീസ് അവരെ പറഞ്ഞുവിട്ടു. രശ്മിതയാണെങ്കിലും എബിയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. അവിടെ രശ്മിത പറഞ്ഞത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണെന്നാണ്. വിഷം കഴിച്ചു ചെന്നതിനാൽ പോലീസിനെ ഹോസ്പിറ്റലുകാർ വിവരവും അറിയിച്ചു. ദേവന്റെ ക്ലിനിക്കിലേക്ക് പോവുകയായിരുന്ന രഞ്ജിത്തിനെ ഫോൺ വിളിച്ചിട്ട്, ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഒരു അത്യാവശ്യമുണ്ട്, ഹോസ്പിറ്റലിലേക്ക് വരുവാനായും പറഞ്ഞ് സ്ഥലവും പറഞ്ഞു കൊടുത്തു. അങ്ങനെ രഞ്ജിത്ത് അവിടേക്ക് തിരിക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ പോലീസും അവിടെ എത്തി. വഴിയിൽ വെച്ച് കണ്ടവരാണല്ലോ ഇത് എന്നവർ ഓർക്കും. ഡോക്ടർ ആണെങ്കിലോ കുട്ടിയുടെ ഫ്രണ്ടാണ് ആളെന്ന് പറയുമ്പോൾ പോലീസിന് വല്ലാതെ സംശയം തോന്നുകയാണ്. കാര്യം പോലീസിനോട് രശ്മിത പറഞ്ഞത് തന്റെ ഹസ്ബൻഡാണ്, മദ്യപിച്ചിരുന്നു, ഒരു പാർട്ടി കഴിഞ്ഞ് വരികയാണ് എന്നല്ലേ. പോലീസിന് അവരെ സംശയം തോന്നി. മറ്റൊരു വശത്ത് നവീൻ സിനിമാ കഥ പറയുകയാണല്ലോ. അപ്പോൾ സിനിമാ നടനായ സുന്ദർനാഥിന് ഒരു കോൾ വരും. കോൾ എടുത്ത ശേഷം സുന്ദർനാഥ് തന്റെ വിഷമം പറയുവാനായും തുടങ്ങി. സുന്ദർനാഥിന്റെ ഭാര്യയായ മായയ്ക്ക് ഈയിടെയായി മറ്റാരുമായോ ബന്ധമുണ്ട്. ഞാൻ അവളെ ശ്രദ്ധിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. അവളൊരു ഡോക്ടറിന്റെ ക്ലിനിക്കിൽ കയറിയിട്ടുണ്ട്, ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് പറയും. സുന്ദർനാഥ് പറഞ്ഞത് മായയുടെയും ദേവന്റെയും കാര്യമാണ്. മായ റൂമിൽ അകപ്പെട്ട കാര്യം സുന്ദർനാഥിന് അറിയില്ലല്ലോ. എല്ലാം കൈയോടെ പിടികൂടണമെന്ന് കരുതി 4 പേരും അവിടേക്ക് പോകുവാനായും തീരുമാനിച്ചു. പക്ഷെ നവീനാണെങ്കിലോ ക്ഷീണിതനായതിനാൽ വീട്ടിലേക്കും പോയി. ഹോസ്പിറ്റലിൽ രശ്മിതയോട് ഇതാരാണെന്ന് സത്യം പറയുവാനായി പോലീസ് പറഞ്ഞപ്പോൾ രശ്മിത പറയും, ഇയാൾ എന്റെ ഫ്ളാറ്റിലേക്ക് ഓടി കയറിയിട്ട് ഞാൻ വിഷം കഴിച്ചിട്ടുണ്ട്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാൻ ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്, അല്ലാതെ ഇയാളെ എനിക്ക് അറിയില്ലെന്നും രശ്മിത പറയും. അതേസമയം ഫ്ളാറ്റിൽ കള്ളൻ കയറിയത് അന്വേഷിക്കുന്ന പോലീസിന് കള്ളന്റെ ഫോട്ടോ CCTV ഫുട്ടേജിൽ നിന്ന് കിട്ടി. അത് എബിയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പോലീസ് ഫ്ളാറ്റിൽ മോഷ്ടിക്കാൻ കയറിയതിനും പിന്നെ രശ്മിതയെ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നും കേസ് ചാർജ് ചെയ്യുമെന്ന് പറയുമ്പോൾ രശ്മിത തനിക്കെതിരെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് എബിക്ക് മനസ്സിലായി. ഞാൻ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഫ്ളാറ്റിലേക്ക് പോയതെന്ന് എബി പറയുമ്പോൾ രഞ്ജിത്തും അവിടേക്ക് വരും. അപ്പോൾ പോലീസ് പറയും, അങ്ങനെയല്ലല്ലോ രശ്മിത പറഞ്ഞത്, നീ ഫ്ളാറ്റിൽ മോഷ്ടിക്കാൻ പോയവനല്ലേ, നാട്ടുകാർ പൊക്കുമെന്നായപ്പോൾ വിഷം കഴിച്ച് കയറി വന്നതാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ എബി തനിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലാക്കി. എബി വീണ്ടും കളം മാറ്റി. താനും രശ്മിതയും തമ്മിൽ ബന്ധമുണ്ട്, രശ്മിത വിളിച്ചിട്ടാണ് ഫ്ളാറ്റിലേക്ക് വന്നത്, കണ്ടില്ലേ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് ഇവളുടെ ഭർത്താവിന്റെയാണ് എന്ന് പറഞ്ഞ് രശ്മിതയും രഞ്ജിത്തും ഫോണിൽ സംസാരിച്ചപ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നമെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്ന എബി അതും പോലീസിനോട് പറഞ്ഞു. എബി പറയുന്നതെല്ലാം സത്യമാണെന്നും രഞ്ജിത്തും രശ്മിതയും അംഗീകരിച്ചു. അപ്പോൾ രശ്മിത പറയും, ഇവൻ കള്ളമാണ് പറയുന്നത്, ഞാനും രഞ്ജിത്തും ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറയും. ഞാനാണ് മദ്യത്തിൽ വിഷമൊഴിച്ചത്, അതാണ് അവനെടുത്ത് കുടിച്ചതെന്നും രശ്മിത പറയും. എബി ആണെങ്കിലോ ലാപ്ടോപ്പിന്റെ കാര്യം പറയാതെ രശ്മിതയുമായി ബന്ധമുണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് രശ്മിതയ്ക്ക് മനസ്സിലായി. അപ്പോൾ രശ്മിത വീണ്ടും കളം മാറ്റും. എങ്കിൽ ഞാൻ ഇനി പറയുന്നതാണ് സത്യം, ഞാനും എബിയും തമ്മിൽ ബന്ധമുണ്ട്. കോടതിയിൽ ഡോക്ടർ ദേവൻ എനിക്കെതിരെ മൊഴി കൊടുത്തത് കള്ളമായിരുന്നു. ആ വാശിയിൽ ഞാനും എബിയും കൂടി ക്ലിനിക്കിൽ പോയി ദേവനെ കൊന്നു. എബിയുടെ കൈകൊണ്ടാണ് ദേവൻ മരിച്ചത്. ഡെഡ് ബോഡി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതാണ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും രശ്മിത പറയും. എബി ആണെങ്കിലോ അതെല്ലാം കേട്ട് ഞെട്ടി. എബിയാണെങ്കിലോ ഇവർ പറയുന്നത് കള്ളമാണെന്ന് പോലീസിനോട് പറയും. എന്നിട്ട് പോലീസിനെ മാറ്റി നിർത്തിയിട്ട് ലാപ്ടോപ്പിനെ പറ്റിയുള്ള സത്യമെല്ലാം തുറന്നു പറഞ്ഞു. എത്ര കാശ് വേണമെങ്കിലും തരാമെന്നവൻ പറഞ്ഞു. അവർ തമ്മിൽ ഒരു ഡീൽ ഉറപ്പിച്ചു. എന്നാലും രശ്മിത പറയുന്നത് സത്യമാണോന്നറിയാൻ ക്ലിനിക്കിൽ പോകുവാനായി SI തീരുമാനിച്ചു. മറ്റൊരു വശത്ത് സുന്ദർനാഥും കൂട്ടരും ക്ലിനിക്കിലെത്തി. ഭർത്താവിനെ കണ്ട മായ ശബ്ദമുണ്ടാക്കാതെയിരുന്നു. മദ്യപിച്ചു കിടക്കുകയാണ് ദേവൻ എന്ന് കരുതി അവർ 2 അടി കൊടുക്കുവാനായി അവനെ കാറിലിട്ട് കൊണ്ടുപോകും. അതേസമയം തന്നെ പോലീസ് എത്തും മുമ്പേ രഞ്ജിത്ത് എത്തി. പക്ഷെ അവിടെ ഡെഡ് ബോഡി കാണുന്നില്ലായിരുന്നു. അവിടെ മാഗി അവൻ ക്ലീൻ ചെയ്തു.
മായയാണെങ്കിലോ ആ റൂമിലുണ്ടായിരുന്നല്ലോ. തന്നെ എങ്ങനെയെങ്കിലും തുറന്നു വിടുമോ എന്ന് ചോദിക്കുമ്പോൾ രഞ്ജിത്ത് നീ ആരാണെന്ന് അവളോട് ചോദിക്കുമ്പോൾ അതൊന്നും പറയാതെ താക്കോലെടുത്ത് തുറക്കുവാനായും പറയും. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തി. രഞ്ജിത്താണെങ്കിലോ പുറത്തിറങ്ങി നിന്നു. മായ റൂമിൽ തന്നെയുണ്ട്. പോലീസ് എത്തിയപ്പോൾ ഡെഡ് ബോഡി അവിടെ ഇല്ലാത്തത് കണ്ട് ഇവിടെയായിരുന്നു ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്, തലയിൽ നിന്ന് രക്തമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ രശ്മിത പറയുമ്പോൾ രഞ്ജിത്തിന് ആകെ ദേഷ്യം വരും. ഇവൾക്ക് ഹാലൂസിനേഷനാണ്, ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോൾ സത്യമാണെന്ന് പോലീസിനും മനസ്സിലായി. അതേസമയം തന്നെ സുന്ദർനാഥും കൂട്ടരും ഒരു പാലത്തിന് മുകളിൽ നിൽക്കുകയാണ്. ഡിക്കി തുറന്നപ്പോൾ ഭാമകൃഷ്ണനാണെങ്കിലോ ദേവന് ശ്വാസമില്ലെന്ന് മനസ്സിലാക്കി. പണി പാളിയെന്ന് ഭാമകൃഷ്ണന് മനസ്സിലായി. സുന്ദർനാഥും പ്രൊഡ്യൂസറായ സാഗറും എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണെങ്കിലോ നിങ്ങളുടെ ഭാര്യയുമായല്ലേ ഇയാൾക്ക് ബന്ധം, ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഭാമകൃഷ്ണൻ അവിടെ നിന്നും നൈസായി മുങ്ങി. അതേസമയം തന്നെ എബിയെയും രശ്മിതയും കൊണ്ട് പോലീസ് ജീപ്പിൽ വരികയായിരുന്നു. എബി ആണെങ്കിലോ നടന്നു പോവുകയായിരുന്ന ഭാമകൃഷ്ണനെ കണ്ടു. എന്നാൽ അവിടെ നിൽക്കുന്ന സുന്ദർനാഥിനെ കണ്ട് ഫാനായ SI ജീപ്പ് അവിടെ നിർത്തുവാനായും പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി SI സുന്ദർനാഥിനോട് സംസാരിക്കും. സുന്ദർനാഥ് മദ്യപിച്ചിരുന്ന കാര്യം SIക്ക് മനസ്സിലായി. സുന്ദർനാഥിനോട് വണ്ടി ഓടിക്കണ്ട എന്ന് SI പറഞ്ഞു. മറ്റു പോലീസുകാർ വണ്ടി എടുക്കുമോ, എടുത്താലാകെ പ്രശ്നമാകുമെന്ന് സാഗറിനും സുന്ദർനാഥിനും ടെൻഷനായി. സാഗർ തന്റെ കൂട്ടാളികളെ വിളിച്ചിട്ട് കാറിന്റെ നമ്പർ പറഞ്ഞിട്ട് ആ കാർ വന്നാൽ അതിന്റെ ഡിക്കിയിലുള്ള സാധനം എടുത്ത് പുഴയിൽ കളയുവാനായും പറയും. എന്താണ് സംഭവമെന്നോ സാധനമെന്നോ ഉള്ള കാര്യം സാഗർ പറഞ്ഞില്ലായിരുന്നു. എബിയാണെങ്കിലോ ഭാമകൃഷ്ണനെ കണ്ടത് SIയോട് പറയുമ്പോൾ SI മൈൻഡ് ചെയ്യാതെ സുന്ദർനാഥിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എബി സുന്ദർനാഥിന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. നേരെ ഒരു പെട്രോൾ പമ്പിലേക്കാണ് എത്തിയത്. ഭാമകൃഷ്ണനെ റോഡിൽ വെച്ച് കാണുന്നു. എബി ഉടനെ തന്നെ ഭാമകൃഷ്ണനടുത്തെത്തിയിട്ട് തന്റെ ലാപ്ടോപ്പ് തരണമെന്ന് പറയും. ഇല്ല എങ്കിൽ എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യും, അതിൽ അവരുടെ പ്രൈവറ്റ് വീഡിയോസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭാമകൃഷ്ണൻ ലാപ്ടോപ്പ് എടുത്ത് നൽകുവാനായും സമ്മതിക്കും. ഫ്ളാറ്റിലേക്ക് പോകണമെന്നും പറയും. കാറിൽ കയറുവാനായി പെട്രോൾ പമ്പിലേക്ക് വരുമ്പോൾ പെട്രോൾ പമ്പിൽ കൊടുക്കാൻ കാശില്ലായിരുന്നു എബിയുടെ കയ്യിൽ. അത് മനസ്സിലാക്കിയ ഭാമകൃഷ്ണൻ തന്റെ കാർഡ് സ്വൈപ്പ് ചെയ്യാനായും കൊടുത്തു. കാറിലേക്ക് കയറുമ്പോഴാണ് അത് സുന്ദർനാഥിന്റെ കാറാണെന്ന് ഭാമകൃഷ്ണൻ അറിയുന്നതും. ഇറങ്ങി ഓടുവാനായി ശ്രമിക്കുമ്പോൾ തന്റെ കാർഡ് ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കുവാൻ വേണ്ടിയാണ് സ്വൈപ്പ് ചെയ്തതെന്നും താൻ പെട്ടെന്നും ഭാമകൃഷ്ണന് മനസ്സിലായി. വേറെ വഴിയില്ലാതെ കാറിൽ കയറി. പോകും വഴിയിൽ ഇതുവരെ നടന്ന കാര്യമെല്ലാം എബി ഭാമകൃഷ്ണനോട് പറഞ്ഞു. ദേവൻ എന്ന ഡോക്ടറിന്റെ മരണത്തെപ്പറ്റിയും രശ്മിത കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞ കാര്യവുമൊക്കെ പറയും. ഭാമകൃഷ്ണൻ ഇതുവരെ നടന്ന കാര്യങ്ങളും ക്ലിനിക്കിൽ പോയി ദേവന്റെ ഡെഡ് ബോഡി കാറിലിട്ട കഥയും പറയും. അപ്പോൾ രശ്മിത പറഞ്ഞതെല്ലാം സത്യമാണെന്നും എബിക്ക് മനസ്സിലായി. അവർ സഞ്ചരിക്കുന്ന കാറിൽ തന്നെ ഡെഡ് ബോഡി ഉണ്ടെന്നും എബിക്ക് മനസ്സിലായി. എബി ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്ന സമയം എങ്ങനെയും ദേവന്റെ ഡെഡ് ബോഡി ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ച് രണ്ടാളും വഴിയിൽ കളഞ്ഞിട്ട് പോകും. എന്നാൽ ദേവന് ജീവനുണ്ടായിരുന്നു. തലയിടിച്ച് ബോധം മാത്രമേ പോയിരുന്നുള്ളൂ. പോലീസ് പോയ സമയം നോക്കി രഞ്ജിത്താണെങ്കിലോ മായയെ റൂമിൽ നിന്നും പുറത്തിറക്കി കാറിൽ കൊണ്ടുപോകവേ ദേവനുമായുള്ള ബന്ധം അവൾ തുറന്നു പറയും. അതേസമയം തന്നെ വീട്ടിലെത്തിയ നവീനെ കാണാനായിട്ട് പലിശക്കാരെത്തിയിരുന്നു. അവൻ കാശ് കൊടുക്കാത്തതിനാൽ കയ്യിലുള്ള ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങിക്കൊണ്ടു പോകും. കാശ് തന്നാൽ തിരികെ തരാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭാമകൃഷ്ണന്റെ കാറിൽ വെച്ച് ലാപ്ടോപ്പ് മാറിയിരുന്നതിനാൽ എബിയുടെ ലാപ്ടോപ്പായിരുന്നു നവീന്റെ കയ്യിലുണ്ടായിരുന്നത്. ഫ്ളാറ്റിൽ നിന്നും ഭാമകൃഷ്ണൻ ലാപ്ടോപ്പ് എടുത്ത് എബിക്ക് നൽകി. ലാപ്ടോപ്പ് തിരികെ കിട്ടിയ സന്തോഷത്തിൽ ഭാമകൃഷ്ണനെ കാർ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എബി. അപ്പോൾ സാഗറിന്റെ കൂട്ടാളികൾ ഡിക്കിയിലുണ്ടായിരുന്ന സാധനം പൊക്കുവാനായി വന്ന് കാർ തടഞ്ഞു. എന്നിട്ട് ഡിക്കിയിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല. കാറിന് പിറകിലെ ലാപ്ടോപ്പ് കണ്ടിട്ട് ഇതാകുമെന്ന് കരുതി അവരതെടുത്തു കൊണ്ടുപോകും. എബി ആണെങ്കിലോ ദേഷ്യം വന്ന് അവരെ ഫോളോ ചെയ്യും. മറ്റൊരു വശത്ത് ബോധം വന്ന ദേവൻ അടുത്തുള്ള തട്ടുകടയിലെത്തി അവിടെയുണ്ടായിരുന്ന വെള്ളം ഉപയോഗിച്ച് ചെളിയൊക്കെ കഴുകി കളഞ്ഞു. അപ്പോൾ ആ തട്ടുകടയിൽ ബീഫ് ചാറിനെ ചൊല്ലി അടി നടക്കും. നവീനിൽ നിന്നും ലാപ്ടോപ്പുമായി വന്ന പലിശക്കാരൻ ആ ഒരു അടിയിൽ പെട്ടുപോയി. എന്നാൽ വഴിയിൽ ജീപ്പ് നിർത്തിയ പോലീസാണെങ്കിലോ എബി കാറിൽ പോകുന്നത് കണ്ടു. പോലീസ് ഉടനെ തന്നെ അവരെ ഫോളോ ചെയ്യും. എന്നാൽ സാഗർ പറഞ്ഞതനുസരിച്ച് ലാപ്ടോപ്പ് പുഴയിൽ താക്കാനായിട്ട് കല്ലതിൽ കെട്ടും. പുഴയിലേക്ക് വലിച്ചെറിയുമ്പോഴോ എബി അവിടെ എത്തി പുഴയിലേക്ക് എടുത്ത് ചാടി. പക്ഷെ ലാപ്ടോപ്പ് ആണെങ്കിലോ വലയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. പോലീസും അവിടെ എത്തിയിരുന്നു. നീന്തലറിയാത്ത എബിയെ വള്ളക്കാർ വന്ന് രക്ഷിക്കും. ലാപ്ടോപ്പ് പോയെന്ന് വിഷമിച്ചിരുന്നപ്പോഴോ വലയിൽ നിന്നും ലാപ്ടോപ്പ് വള്ളക്കാർ എടുത്തു കൊടുക്കുകയാണ്. എബിക്ക് വീണ്ടും സമാധാനമായി. അതേസമയം തന്നെ സുന്ദർനാഥും സാഗറും ഡിക്കി തുറന്നു നോക്കിയപ്പോൾ ഡെഡ് ബോഡി ഇല്ല. അവർക്കും സമാധാനമായി. തട്ടുകടയിൽ അടി നടന്നവരെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ച വിവരമറിഞ്ഞ പോലീസ് അവിടെ എത്തിയപ്പോൾ ദേവനെ കണ്ടു. ദേവന്റെ മൊഴിയെടുക്കുമ്പോൾ തട്ടുകടയിൽ അടി നടന്നാണ് താൻ ഇങ്ങനെയായെന്ന് ദേവൻ കള്ളം പറഞ്ഞു. കാരണം എന്തെന്നാൽ രഞ്ജിത്ത് ദേവനെ മായയുമായുള്ള കാര്യം പുറത്തറിയിക്കുമെന്ന് പറഞ്ഞ് വിരട്ടിയിരുന്നു. ലാപ്ടോപ്പുമായി വീട്ടിലെത്തി എബി ലാപ്ടോപ്പ് റിമിയെ ഏൽപ്പിച്ചു. റിമി ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയപ്പോഴോ നവീനിന്റെ ഫോട്ടോയാണ് കണ്ടത്. ഈ നവീനിനെ റിമിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ അറിയാമായിരുന്നു.
അവളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്നു നവീൻ. റിമി മൈൻഡ് ചെയ്യാതായപ്പോൾ റിമിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അവളുടെ അച്ഛൻ അയച്ചു. അതോടെ അവളുടെ പഠിത്തവും നിന്നു. നവീനിന്റെ പ്രണയം റിമി അക്സെപ്റ്റ് ചെയ്യാത്തതിനാൽ ഞാനൊരു സിനിമ എടുത്താൽ അതിലെ തേപ്പുകാരി നീയാണെന്ന് നവീൻ പറഞ്ഞിരുന്നു. ലാപ്ടോപ്പിലുള്ള ഫോട്ടോ ആരുടേതാണെന്ന് റിമി ചോദിച്ചപ്പോൾ ലാപ്ടോപ്പ് മാറിയ കാര്യം എബിക്ക് മനസ്സിലായി. അത് റിമി അറിയാതിരിക്കാനായിട്ട് എന്റെ ഫ്രണ്ടാണെന്ന് അവൻ കള്ളം പറയും. ഫോട്ടോ ഇടാനും വേണ്ടി അത്ര വലിയ ഫ്രണ്ടാണോ എന്നവൾ ചോദിക്കുമ്പോൾ അതേ എന്ന് എബി പറഞ്ഞു. അവൾക്കാണെങ്കിൽ ദേഷ്യം വരും. ഇവൻ എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ ഫോട്ടോ കണ്ട് ഒരു ഊഹത്തിൽ ഡയറക്ടറാണെന്ന് അവൻ പറയും. അത് കേട്ട റിമിയാണെങ്കിലോ എന്ത് കഥയാ അവൻ എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിൽ വരാത്ത എബിയാണെങ്കിലോ പെട്ടെന്നൊരു കഥ പറയും. അത് ഒരു തേപ്പുകാരിയുടെ കഥയാണെന്ന് വെറുതെ പറഞ്ഞു. ദേഷ്യം വന്ന റിമി രണ്ടാളും ചേർന്ന് തന്നെ ചതിക്കുവാണെന്ന് കരുതി ലാപ്ടോപ്പ് എടുത്ത് എബിയുടെ തലക്കടിച്ചു. എന്നാൽ എസ്ഐക്കാണെങ്കിലോ തട്ടുകടയിൽ അടി നടന്നവരിൽ നിന്നും ലാപ്ടോപ്പ് കിട്ടി. അത് തുറന്നു നോക്കിയപ്പോൾ എബിയുടേതാണെന്ന് മനസ്സിലായി. എസ്ഐക്ക് ഒരുപാട് സന്തോഷമായി. ലാപ്ടോപ്പ് തിരികെ കൊടുക്കണമെങ്കിൽ എബിയിൽ നിന്നും കുറച്ച് കാശ് ഒപ്പിക്കാമെന്ന് മനസ്സിൽ കരുതി എസ്ഐ സന്തോഷിക്കുകയാണ്. അതോടെ സിനിമയും അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.